കർഷകർ മണ്ണിന്റെ മക്കളാണ്. അവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എങ്കിൽ അവർ മണ്ണിന് വേണ്ടി മരിക്കും. കത്തി എന്ന തമിഴ് സിനിമയിലെ ചില രംഗങ്ങളാണ് ഓർമ്മ വരുന്നത്. ഗ്രാമീണരായിട്ടുള്ള കർഷകർക്ക് വെള്ളം ലഭിക്കുന്നില്ല. വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ മാധ്യമങ്ങൾ മൂടിവെക്കുന്നു. കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഫാക്ടറികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, അവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു. വെള്ളം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഗ്രാമീണർ നഗരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട്. ചെന്നൈ നഗരത്തിലേക്ക് വന്ന് സിറ്റിയിലേക്ക് വരുന്ന ജലവിതരണ പൈപ്പ് ലൈനിനകത്ത് കയറിയിരുന്ന് വെള്ളം വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയിലൂടെ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എല്ലാ മാധ്യമങ്ങളും ഇടപെടുന്നു, കോടതികൾ ഇടപെടുന്നു. അവസാനം അവർക്ക് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് വിധി വരുന്നു. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് തന്നെയാണ് കർഷക സമരവും കടന്നു പോകുന്നുള്ളത്. പണി 8ന്റെ പണി കൊടുക്കുകയാണ്. കർഷകർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. പഞ്ചാബിലെ ലുധിയാനയിൽ ഇന്ന് സംഭവിച്ച കാര്യം വളരെ രസകരവും കൃത്യമായ സമര മുന്നേറ്റത്തിന്റെ കാഴ്ചയുമാണ്. റിലയൻസ് ടവറിലേക്ക് പോകുന്ന വൈദ്യുതിയെ ഇല്ലാതാക്കുന്നു. അതായത് റിലയൻസ് ടവറിലേക്ക് പോകുന്ന വൈദ്യുതി വിച്ഛേദിക്കുന്നു. ടവറിലേക്ക് വരുന്ന മുഴുവൻ ലൈനുകളും അവർ കട്ട് ചെയ്യുന്നു. ഇതോടുകൂടി റിലയൻസ് സിം ഉപയോഗിക്കുന്നവർ, നെറ്റ് ഉപയോഗിക്കുന്നവർ ആകെ പ്രതിസന്ധിയിലാകുന്നു. അവർക്കൊന്നും നെറ്റും ലഭിക്കുന്നില്ല, സിം ഉപയോഗിക്കുന്നവർക്ക് റേഞ്ചും ലഭിക്കുന്നില്ല, ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന ജിയോ നെറ്റ്വർക്കുകളിൽ ഇന്റർനെറ്റ് സംവിധാനവും ഉണ്ടാകുന്നില്ല. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജിയോയുടെ വരിക്കാരൊക്കെ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്താണ് എയർടെലിലേക്കും വോഡാഫോൺ ഐഡിയ കൂട്ടുകെട്ടായിട്ടുള്ള വിയിലേക്കും ആളുകൾ കടന്നു പോകുന്നത്. പക്ഷേ ഇത് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന തിരിച്ചടി തന്നെയാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം, അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള തിരിച്ചടി തന്നെയാണ്. കോർപ്പറേറ്റുകൾക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന കർഷകരുടെ ഇങ്ങനെയുള്ള മുഖം കാണുമ്പോൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത തിരിച്ചടിയിൽ മോദിയും അമിത്ഷയും ഒരു നിമിഷം ആലോചിച്ചു പോയിട്ടുണ്ടാകാം, എന്ത് കാലക്കേടിനാണ് ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു നിയമം കൊണ്ടുവന്നത് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ അവരുടെ സമര രീതി തന്നെ മാറ്റിയിരിക്കുകയാണ്. കത്തി എന്ന തമിഴ് സിനിമയിൽ ജലവിതരണ പൈപ്പ് ലൈനുകൾ തടഞ്ഞു വെക്കുന്നത് പോലെ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്ന കർഷകർ, അവരുടെ എല്ലാ ടവറുകളും ബ്ലോക്ക് ചെയ്യുന്ന കർഷകർ. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ കോർപ്പറേറ്റുകളെ മുട്ടുകുത്തിക്കുമ്പോൾ മോദിക്കും അമിത്ഷയ്ക്കും കർഷകർ പറയുന്നത് കേൾക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.